തൃശൂർ ജില്ലയിലെ മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള വനമേഖലയിൽ വ്യാപക മരം കൊള്ള. ഉൾക്കാളിൽ നിന്ന് 20ലധികം ചന്ദനമരങ്ങളാണ് ഒരു മാസത്തിനിടെ മുറിച്ചുകടത്തിയിരിക്കുന്നത്. മുറിച്ചുമാറ്റാനായി അടയാളമിട്ട മരങ്ങളും റിപ്പോർട്ടർ വാർത്താസംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഫോറസ്റ്റ് അധികൃതരുടെ കാടിനകത്തുള്ള പരിശോധന പ്രഹസനമായതാണ് വനം കൊള്ള ഉയരാൻ കാരണമായിരിക്കുന്നത്. റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. മച്ചാട് റേഞ്ചിന് കീഴിലെ ഭരണിമലയിൽ വ്യാപകമായി ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും പ്രദേശവാസികളുമായി ഞങ്ങൾ കാട്ടിലേക്ക് തിരിച്ചത്. അരുവികളും ദുർഘടമായ കയറ്റിറക്കങ്ങളും താണ്ടി ഞങ്ങൾ മങ്ങാട്ടുചോലയിലെത്തി. ഇതുപോലെ നൂറുകണക്കിന് ചന്ദനമരങ്ങളാണ് മങ്ങാട്ടുചോലയിൽ ഉള്ളത്. 20ഓളം ചന്ദനമരങ്ങൾ ഇവിടെ നിന്നും മുറിച്ചു നീക്കിയിട്ടുണ്ട്. മറ്റു മരങ്ങളുടെ തടികളിൽ അടയാളമിട്ടാണ് വനം കൊള്ളക്കാർ കാടിറങ്ങിയിട്ടുള്ളത്. അകമല ഫോറസ്റ്റ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള പട്ടാണിക്കാട് മേഖലയിലും സമാനമായ രീതിയിൽ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് വേണ്ട പരിശോധന ഒരു കാലഘട്ടത്തിലും വേണ്ടത് നടത്താറില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വനക്കൊള്ളക്കാർ ഇവിടെ സ്വൈരവിഹാരം നടത്തുന്നത്. നമ്മളുടെ പരിസ്ഥിതിക്കും ദോഷം വരുന്ന രീതിയിൽ ചന്ദനക്കാടുകളൊക്കെ അപ്രത്യക്ഷമാകുന്നത്. വാളാനി പീച്ചി വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന മച്ചാട് വനമേഖലയിൽ 1000ലധികം ചന്ദനമരങ്ങളാണ് ഇനി ശേഷിക്കുന്നത്. ഭരണിമലയ്ക്ക് കീഴിലുള്ള ചന്ദനക്കാടുകളുടെ അവസ്ഥയെല്ലാം ഇതാ ഇങ്ങനെയായിരിക്കുകയാണ്. ഫോറസ്റ്റ് അധികൃതരുടെ നിസ്സംഗതയിലാണ് ഈ വനം കൊള്ള. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.